നമസ്കാരം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. ഇടയ്ക്കെന്തോ സിന്ധു അതിന് വഴക്കും കൂടി. നമ്മൾ നേരം പുലർന്ന് എന്താ പറയുക, എണീക്കാൻ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് രാത്രി ഉറങ്ങാൻ കിടന്നവന് ജീവനുണ്ടോ എന്ന്. വിഗ്രഹ ആരാധനകളിൽ മതം പറഞ്ഞ് ദൈവങ്ങളെ വീതം വയ്ക്കുന്നതിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഏതോ ഒരു ശക്തി, ഒരു അദൃശ്യമായ ശക്തി ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ രാത്രി 2 മണിക്കാണല്ലോ ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങാനായിട്ട് വാതിലെല്ലാം അടച്ച് ലൈറ്റുകളെല്ലാം അടച്ച് പല്ല് തേച്ച് റെഡിയായി വന്ന് കിടക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട ശേഷം ഞാൻ ആരോടും പറയാറില്ല, സ്വയം അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്ക് സിന്ധു നല്ല ഉറക്കമായി കാണും. ഞാൻ ആ കട്ടിലിരുന്നിട്ട് ഒരു ദിവസവും കൂടി ജീവിതം നീട്ടിത്തന്ന ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ശക്തിക്ക് നല്ല നമസ്കാരം പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. എനിക്കതൊരു ആശ്വാസമാണ് അങ്ങനെ പറയുമ്പോൾ. ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട്, ഞാൻ കണ്ടിട്ടില്ലാത്ത ശക്തിയോട് ഒരു ദിവസം കൂടി ആയുസ് നീട്ടിത്തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ അത് മാത്രം മതി നമ്മളൊക്കെ എത്ര പണം വാരി കൂട്ടിയാലും ഫലമില്ലാതെ പോകാൻ. പോരെ, ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്യും? റോഡിന് കുറുകെ ചാടുന്ന ഒരു നായയോ കാട്ടുപന്നിയോ മതി നമ്മുടെ ജാതകം മാറ്റിമറിക്കാൻ. കാറ്റ്, തീയ്, വെള്ളം, ഇവരിൽ ഒരാൾ വിചാരിച്ചാൽ മതി നമ്മുടെ കട്ടയും പടവും അവിടെ തീരും. എന്നാലും നമ്മൾ മനുഷ്യർ കരുതുന്നത് ഞാനൊഴിച്ച് എല്ലാവരും തീർന്നാലും ഞാനുണ്ടാകും ബാക്കി എന്നാണ്. അത് മണ്ടന്മാരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ബാക്കി എല്ലാവരും പോകും, പക്ഷേ ഞാനിവിടെ തന്നെ കാണും 10-50 വർഷം കൂടി എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് നമ്മൾ. വില കൂടിയ ബൈക്കിലും കാറിലും ചിലർ പായുന്നത് കണ്ടാൽ, ഞാനിങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ പാഞ്ഞു പോകുന്ന സിഗ്നലൊക്കെ തെറ്റിച്ച് പറന്ന് പോകുന്ന കണ്ടാൽ ഞാൻ സിന്ധുവിനോട് പറയും, അവൻ്റെ അമ്മയ്ക്ക് വായുവിനെന്തോ തകരാറ് വന്നു, വായു കുറഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ട് വായു ഗുളിക വായിക്കാൻ പോകുന്ന പോക്കാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ഈ ലോകം എൻ്റെ കാൽക്കീഴിലാണെന്നും എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും വിചാരിക്കുന്ന പമ്പര വിഡ്ഢികൾ മനുഷ്യർ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും മറ്റുള്ളവരെ പേടിയുണ്ട്. പൂച്ച പട്ടിയെ പേടിക്കും, പട്ടി പുലിയെ പേടിക്കും, അങ്ങനെ പരസ്പരം പേടിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യന് മാത്രമാണ് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള അഹന്തയുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് അസുഖമാണെന്ന വാർത്ത പരന്നപ്പോൾ ബന്ധവും സ്വന്തവും ഇല്ലാത്ത നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടായിരിക്കുമെന്നാണ് ഒരു വിശ്വാസം. എനിക്കെന്തായാലും നന്നായിട്ട് നൊന്തു. ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും ആരോ കേട്ടിരിക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം രോഗ്യത്തിൽ നിന്നെല്ലാം വിമുക്തനായി കുറേ കാലമായിട്ട് കാർ ഓടിക്കാതിരുന്ന മനുഷ്യൻ കാർ ഓടിച്ച് മദ്രാസ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വിഷയം നിങ്ങൾ കണ്ടല്ലോ. ഇനി പറയുന്ന ആളിനായും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളും നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ യുവാവാണല്ലോ സന്തോഷ് വർക്കി. ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആ യുവാവിനെ. എന്നെ മോശമായി എന്തൊക്കെയോ അയാൾ വിളിച്ചു പറയുകയും ചെയ്തു. മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ എന്നുള്ള പോലെ എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്നാണ് അവസാനമായിട്ട് എൻ്റെ ചോദിച്ചത്. അപ്പോൾ നമ്മളെ വായിൽ നിന്ന് കുറേ കേൾക്കും, അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു എപ്പിസോഡാക്കും. അങ്ങനെ ആയി വന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, അവൻ വിളിച്ച മറുപടി പറയരുത്. കാരണം ഫോണെടുത്ത് റിസീവർ എടുത്ത് കാതിൽ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കും. അവൻ എന്തൊക്കെയോ പറയും, അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കളയും. ആ ചെറുപ്പക്കാരൻ ഇന്നലെയോ മറ്റോ ഒരു വാർത്ത പുറത്തു വിട്ടു. എന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചു. എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നാണ് സന്തോഷ് വർക്കി എഴുതിയിരിക്കുന്നത്. ഇതിന് മരുന്നില്ല എന്നുള്ള മണ്ടത്തരവും ആ പയ്യൻ എഴുതിയിരിക്കുന്നു. മരുന്നുണ്ട് കൃത്യമായി. അവൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇതിന് കൃത്യമായ മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ അങ്ങ് കുറിച്ചു ഇതിന് മരുന്നില്ല എന്ന്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? എൻ്റെ അച്ഛനും ഈ അസുഖമായിരുന്നു. എനിക്കിനി ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. ഇനി കൂടി വന്നാൽ വെറും 2 മാസം, അതിനപ്പുറം ഞാൻ ജീവിക്കില്ല എന്നാണ് സന്തോഷ് വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. 2 മാസമേ ഉള്ളൂ എന്നൊക്കെ പുനലൂരൊരു തുരങ്കം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കുനിയുന്നത് എന്തിനാ എന്ന് ചോദിക്കും പോലെ, 2 മാസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകും,
ആ 2 മാസം 60 ദിവസം ഇല്ലേ, അതിനിടയിൽ നല്ല ആരെങ്കിലും ലാക്ഷോറിലോ അല്ലെങ്കിൽ RCCയിലോ വന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് എന്താ പറയുക, വേദന സഹിക്കേണ്ടി വരും, തലമുടിയൊക്കെ പൊഴിയും, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇയാളങ്ങ് കുറിക്കുകയാണ് ഞാൻ 2 മാസമേ ജീവിച്ചിരിക്കുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ, ആ വരികൾ വായിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നി. പറഞ്ഞിരിക്കുന്ന വാർത്ത കള്ളമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജീവിതത്തിലൊന്നും ആവാത്തൊരു പയ്യനാണ് അവൻ. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ഞാൻ ഒരുപാട് ശകാരിച്ചിട്ടുണ്ടല്ലോ, എവിടെ വെച്ച് കിട്ടിയാലും നിനക്ക് ഞാൻ അടി തരുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാലും എന്തോ ഈ വാർത്ത കേട്ടപ്പോൾ ഒരു വല്ലായ്മ. ജീവിതത്തിലൊന്നും ആകാത്തൊരു ചെറുപ്പക്കാരൻ, ഞാൻ 2 മാസമേ ഇനി 60 ദിവസമേ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ, ദിവസം എണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ വധശിക്ഷയ്ക്ക് വിധിച്ചവൻ്റെ ഡേറ്റ് കുറിച്ച് കഴിഞ്ഞാൽ ഓരോ രാത്രിയും ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രയുണ്ടെന്ന് അന്വേഷിക്കുന്ന പോലെ സന്തോഷ് വർക്കി കുറിച്ചിരിക്കുന്ന വരികൾ കണ്ടപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ്റെ ബന്ധുക്കളോട് എനിക്ക് പറയാനുള്ള, അവൻ്റെ സഹോദരി എന്തോ വിദേശത്തൊക്കെയാണ്, അവരാണ് കാശൊക്കെ അയച്ചു കൊടുക്കുന്നത്. ആ സഹോദരി എത്ര ലക്ഷം രൂപ ചിലവിട്ടാലും ഇയാളെ ഒന്നുകിൽ അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ RCCയിലോ ലാക്ഷോറിലോ കാണിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷ് വർക്കി, ഞാൻ എന്തെങ്കിലും തരത്തിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ടാൽ തല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും നിന്നെ ഞാൻ തല്ലില്ല. എനിക്ക് അത്രയ്ക്ക് വേദന തോന്നി സന്തോഷേ, അത്രയും പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.